ഹലോ ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ഓഫ് ജെൻഡർ ആൻഡ് സെക്ഷൽ മൈനോറിറ്റീസ് ആണ്. ജെൻഡർ മൈനോറിറ്റീസും അതുപോലെ തന്നെ സെക്ഷൽ മൈനോറിറ്റീസും അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഉള്ള കുറച്ച് ലോസ്, റൂൾസ്, പോളിസീസും പ്രോഗ്രാംസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് ഓഫ് ജെൻഡർ ആൻഡ് സെക്ഷൽ മൈനോറിറ്റീസ്. So, gender and sexual minorities include individuals whose gender identity or sexual orientation. അപ്പോൾ എന്താണ്, ഒന്ന് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എന്താണ് അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഡിഫേഴ്സ് ഫ്രം ദി സൊസൈറ്റൽ നോംസ്. എന്താണ് നമ്മൾ സാധാരണ നമ്മുടെ സൊസൈറ്റിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില റൂൾസ്, നോംസ്, അതെല്ലാം അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും എന്താണ് ഈ പറയുന്ന ആൾക്കാരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് എന്താണ് ഈ LGBTQIA+, എന്താണ് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, അസെക്ഷൽ ആൻഡ് അതർ നോൺ ബൈനറി ഐഡൻറ്റിറ്റീസ്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ജെൻഡറും സെക്സും ഇത് തമ്മിലുള്ള വ്യത്യാസം ആണെന്നാണ്. അപ്പോൾ ഈ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ആ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നൊരു ആസ്പെക്റ്റ്. അതായത് ഫോർ എക്സാമ്പിൾ ഗേൾ ചൈൽഡ് ആയാൽ ഇങ്ങനെയൊക്കെ പെരുമാറണം, ബോയ് ചൈൽഡ് ആയാൽ ഇങ്ങനെയൊക്കെ പെരുമാറണം. ഓരോ ജെൻഡറിനും എന്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, പെൺപിള്ളേരാണെങ്കിൽ മുടി നീട്ടി വളർത്തണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ആൺപിള്ളേരാണെങ്കിൽ മറ്റ് എന്താണ് റോബോട്ട്സ്, കാർ, ഇതൊക്കെ വെച്ചിട്ട് കളിക്കണം. പെൺപിള്ളേരാണെങ്കിൽ എന്താണ് പാവ, അത് അങ്ങനെയൊക്കെ വെച്ച് കളിക്കണം. അതെല്ലാം എന്താണ് ജെൻഡർ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് സോഷ്യലി കൺസ്ട്രക്ട് ആയിട്ടുള്ള നമ്മൾ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങളാണ് എന്ത് ജെൻഡർ എന്ന് പറയുന്നത്. സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണെന്ത് നമ്മുടെ ബയോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ എന്തായിട്ടാണ് ജനിച്ചത്, പെണ്ണാണോ ആണാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ മൈനോറിറ്റീസിൽ പറയുന്ന ബാക്കി കാറ്റഗറീസ് ആയിട്ടാണ്. അതാണെന്ത് ജെൻഡർ ആൻഡ് സെക്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ സോ ദീസ് കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നു, ഫേസ് മൾട്ടി ലെയർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. എന്താണ് അവർ പലതരത്തിൽ എന്ത് ചെയ്യുന്നു, അവർ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു, ഡിസ്ക്രിമിനേഷൻ അനുഭവപ്പെടുന്നു, ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു, അവോയ്ഡ് ചെയ്യുന്നു. ഒരുപാട് തരത്തിലുള്ള എന്താണ് ഡിസ്ക്രിമിനേഷൻസും സോഷ്യൽ എക്സ്ക്ലൂഷനൊക്കെ അവർ ഫേസ് ചെയ്യുന്നു. മേക്കിംഗ് ദം വൺ ഓഫ് ദി മോസ്റ്റ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡിസ്ക്രിമിനേഷനും സോഷ്യൽ എക്സ്ക്ലൂഷനും എല്ലാം ഒക്കെ വന്ന് അവരെന്ത് ചെയ്യുന്നു, നമ്മൾ മാർജിനലൈസ്ഡ് ചെയ്ത്, അതായത് സൊസൈറ്റിയിൽ താഴെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി, അതാണെന്ത് ഇവരനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളുടെ ഒരു എത്തിനോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ജെൻഡർ മൈനോറിറ്റിയും സെക്ഷൽ മൈനോറിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലർക്കും എന്താണ് ജെൻഡറും സെക്സും വ്യത്യാസമാണെന്ന് പോലും എന്താണ് നമ്മളിൽ പലർക്കും അറിയില്ല. അപ്പോൾ ജെൻഡർ മൈനോറിറ്റി എന്താണ്, സെക്ഷൽ മൈനോറിറ്റി എന്താണെന്നുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ജെൻഡർ മൈനോറിറ്റി? പീപ്പിൾ ഹൂസ് ജെൻഡർ ഐഡൻറ്റിറ്റി ഓർ എക്സ്പ്രഷൻ ഡിഫർ ഫ്രം ട്രഡീഷണൽ മെയിൽ ഓർ ഫീമെയിൽ നോംസ്. അതാണെന്ത് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. സാധാരണ നമ്മളടുത്ത് പറയുന്ന വിമണിൻ്റെയോ അല്ലെങ്കിൽ മെൻ്റെയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ പറഞ്ഞു വെച്ചിരിക്കുന്ന ജെൻഡർ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ജെൻഡർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എന്താണ് നമുക്ക് തോന്നുന്നത്. അതാണ് ജെൻഡർ മൈനോറിറ്റി. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ജെൻഡർ മൈനോറിറ്റി എന്ന് പറയുന്നത്. മറിച്ച് സെക്ഷൽ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹൂസ് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഡിഫർ ഫ്രം ഹെട്രോസെക്ഷുവാലിറ്റി. എന്താണ് ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ കാണുന്ന ആണും പെണ്ണും, അതാണ് ഹെട്രോസെക്ഷൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഇവരിൽ നിന്നും വ്യത്യാസമായിരിക്കും, സാധാരണക്കാരനിൽ നിന്നും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആസ്പെക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ആസ്പെക്റ്റ്. സോ അപ്പം ജെൻഡർ മൈനോറിറ്റി എന്താണ്, ഹൗ എ പേഴ്സൺ ഐഡൻറ്റിഫൈസ് ദംസെൽസ് ഇൻ ടേംസ് ഓഫ് ജെൻഡർ. അപ്പോൾ ജെൻഡർ റിലേറ്റ് ചെയ്ത ഒരു പേഴ്സൺ എങ്ങനെ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ മെയിൽ ആയിട്ടായിരിക്കാം എന്താണ് മെയിൽ സെക്സോട് കൂടിയായിരിക്കാം ജനിച്ചത്, സെക്സ് എന്ന് പറയുന്നത് മെയിലായിരിക്കാം, പക്ഷേ അയാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ജെൻഡർ ക്യാരക്ടറിസ്റ്റിക്സ്, സോഷ്യലി കൺസ്ട്രക്ട് ചെയ്ത ജെൻഡർ ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ ഫീമെയിലിൻ്റെ ആയിരിക്കാം. അതാണ് ജെൻഡർ മൈനോറിറ്റി എന്ന് പറയുന്ന ആൾക്കാർ. മറിച്ച് സെക്ഷൽ മൈനോറിറ്റി ആയിരിക്കും whom a person is romantically or sexually attracted to. അപ്പം റൊമാൻറ്റിക്കലി അല്ലെങ്കിൽ സെക്ഷലി എങ്ങനെ ഒരാൾ അട്രാക്റ്റ് ആണ്, സെക്സ് ബേസ്ഡ് ആണ് എന്ത് നമ്മൾ സെക്ഷൽ മൈനോറിറ്റിയുടെ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സെക്സ് ഡിഫറെൻ്റ് ആയിരിക്കും, ഇവിടെ ജെൻഡർ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ബയോളജിക്കൽ ഡിഫറൻസും ഇവിടെ സോഷ്യൽ ഡിഫറൻസും.
നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യായിരിക്കും. പക്ഷെ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആദ്യം നിങ്ങൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ജെൻഡറും സെക്സും എന്തെങ്കിലും ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ ജെൻഡർ മൈനോറിറ്റിയുടെ എക്സാമ്പിൾ എന്തൊക്കെയായി വരും? ട്രാൻസ്ജെൻഡർ, നോൺ ബൈനറി, ഹിജ്റ, ജെൻഡർ ക്യൂർ, ഇവരൊക്കെയാണ് എന്ത് ജെൻഡർ മൈനോറിറ്റിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. മറിച്ച് സെക്ഷൽ മൈനോറിറ്റിയാണ് എന്താണ് നമ്മൾ ഈ പറയുന്ന ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, അസെക്ഷൽ ആൻഡ് പാൻസെക്ഷൽ. ഇവർ നോക്ക്, ഇവിടെ എന്താണ് ഒരു സെക്ഷൽ ആസ്പെക്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. ലെസ്ബിയൻസ്, ഗേ, ബൈസെക്ഷൽ, പിന്നെന്താണ് അസെക്ഷൽ, ഒരു പ്രത്യേകിച്ച് സെക്ഷൽ എന്താണ് താല്പര്യങ്ങളൊന്നും തോന്നാത്ത ആൾക്കാരെയാണ് എന്ത് നമ്മൾ അസെക്ഷൽ എന്ന് പറയുന്നത്. പിന്നെന്താണ് പാൻസെക്ഷൽ. മനസ്സിലായോ? സോ നമ്മൾ ഇവിടെ എന്താണ് നോക്കുന്നത്? ജെൻഡർ മൈനോറിറ്റി നമ്മൾ ഡിഫറൻസ് പറയുമ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി റിലേറ്റഡും സെക്ഷൽ മൈനോറിറ്റി നമ്മൾ ഡിഫറൻസ് പറയുമ്പോൾ സെക്ഷൽ ഓറിയൻറ്റേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ ഡിഫറൻസ് ചെയ്ത് പറയുന്നതും അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കേണ്ട രീതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല? എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് കീ ഡിഫറൻസ് എന്ന് നമുക്ക് ഒന്നും കൂടി പറയാം. ജെൻഡർ ഐഡൻറ്റിറ്റി റെഫേഴ്സ് ടു ഹൂ യു ആർ. എന്താണ് നമ്മൾ മാൻ ആയിട്ടാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, വുമൺ ആയിട്ടാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നോൺ ബൈനറി ആണോ, ഇതിൽ രണ്ടിലും ഏത് ആണോ? അതായത് എന്താണ് എൻ്റെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ചിലപ്പോൾ ഞാൻ ആണായിട്ടായിരിക്കും ജനിച്ചത്, പക്ഷെ എനിക്ക് ഒരു വിമൻ്റെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും എനിക്ക് കുറച്ചുകൂടി താല്പര്യം. അതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ. സെക്ഷൽ ഓറിയൻറ്റേഷൻ റെഫേഴ്സ് ടു ഹൂ യു ആർ അട്രാക്റ്റഡ് ടു. ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി സെയിം സെക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്സ് എന്ന് പറയാം. ചിലപ്പോൾ മൾട്ടിപ്പിൾ സെക്സ് ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ സെയിം സെക്സ് ആയിരിക്കും അട്രാക്റ്റഡ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്സ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെക്സ്. അതായത് ഇവിടെ ജെൻഡർ എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓപ്പോസിറ്റ് സെക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സെയിം സെക്സ് ഉള്ള പേഴ്സണിൽ കൂടി ആയിരിക്കാം നിങ്ങൾക്ക് നമ്മൾ അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ജെൻഡർ സെക്സ് തമ്മിലുള്ള വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാ സ്ഥലത്തും ജെൻഡർ എന്ന് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ജെൻഡർ എന്ന് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ എക്സാമ്പിൾ വായിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ചിലപ്പോൾ നമുക്ക് സെയിം സെക്സിലുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കും നമുക്ക് സെക്ഷൽ അട്രാക്ഷൻ തോന്നുക. ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സെക്സ്, നോർമൽ പോലെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരായിട്ടായിരിക്കും നമുക്ക് അട്രാക്ഷൻ തോന്നുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മീനിങ്. അപ്പോൾ ജെൻഡർ എന്ന് ഇവിടെ തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നിയിട്ട് എപ്പോഴും ജെൻഡർ സെക്സ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരനുഭവിക്കുന്ന കുറച്ച് സോഷ്യൽ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവർ അനുഭവിക്കുന്ന സോഷ്യൽ പ്രോബ്ലംസ് മോസ്റ്റ്ലി കോമൺ ആണ്. ജെൻഡർ മൈനോറിറ്റി ആയാലും സെക്ഷൽ മൈനോറിറ്റി ആയാലും കോമൺ ആണ്. കാരണം നമ്മൾ ഇവരെ എല്ലാവരും ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ സിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഓസ്ട്രാസൈസേഷൻ ബൈ ഫാമിലി, കമ്മ്യൂണിറ്റി, റിലീജിയസ് ഗ്രൂപ്പ്. ഓസ്ട്രാസൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവരെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു, ഒഴിവാക്കുന്നു, നമ്മളവരെ അവഗണിക്കുന്നു. അതാണ് ഓസ്ട്രാസൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് അവർ ഓസ്ട്രാസൈസ് ചെയ്യുന്നത്? എല്ലാവരും. അവരുടെ സ്വന്തം വീട്ടുകാരായാലും കൂടെ ഫ്രണ്ട്സ് ആയാലും, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരായാലും ആരായാലും എന്ത് ചെയ്യുന്നു? അവരെ മാറ്റി നിർത്തുന്നു, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, ഓസ്ട്രാസൈസ് ചെയ്യുന്നു. നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പിംഗ് ആൻഡ് ഇൻവിസിബിലിറ്റി ഇൻ മെയിൻ സ്ട്രീം മീഡിയ ആൻഡ് ടെക്സ്റ്റ് ബുക്സ്. നമ്മൾ അവരെക്കുറിച്ച് തെറ്റായ ധാരണകൾ പറഞ്ഞ് പരത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ പറ്റി തെറ്റായ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നു. നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് മുൻവിധി പറയുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിങ്ങനെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത് നമ്മൾ നേരത്തെ മുൻകൂട്ടി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു. അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ട് അവരെക്കുറിച്ച് വിചാരിച്ച് വെച്ചിരിക്കുന്നു. ആൻഡ് ഇൻവിസിബിലിറ്റി ഇൻ മെയിൻ സ്ട്രീം. അവരെ നമ്മൾ മെയിനായിട്ടുള്ള സൊസൈറ്റിയിൽ നമ്മൾ അവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയോ അവരെ പരിഗണിക്കുകയോ അവരെ കാര്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അതെന്തിനായാലും, മീഡിയയിലായാലും ടെക്സ്റ്റ് ബുക്സിലായാലും നമ്മൾ പറയുന്നില്ല. പിന്നെന്താണ്? വയലൻസ് ആൻഡ് അബ്യൂസ്. ഹൈ റേറ്റ്സ് ഓഫ് ഫിസിക്കൽ, ഇമോഷണൽ, സെക്ഷൽ വയലൻസസ്. ഫിസിക്കലായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള സെക്ഷൽ വയലൻസ് ഇവർ വളരെയധികം അനുഭവിക്കുന്നു. പക്ഷേ ഇവർ ആരും കൺസിഡർ ചെയ്യാത്തതുകൊണ്ടും പരിഗണിക്കാത്തതുകൊണ്ടും അത് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്നു. അവർ ചിലപ്പോൾ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇനി ചിലപ്പോൾ അവരിങ്ങനെ വിചാരിക്കും, കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോയാലും എനിക്ക് വേണ്ടത്ര നിയമത്തിൻ്റെ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ളവർ അത് പരിഗണിക്കുകയോ ചെയ്യുകയില്ല. അവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളതാണെന്ന് വിചാരിച്ച് അവർ തള്ളിക്കളയുമെന്ന് വിചാരിച്ചവർ കേസ് പോലും കൊടുക്കുന്നുണ്ടാവില്ല.
ഹൈ ക്രൈംസ് ആൻഡ് പോലീസ് ബ്രൂട്ടാലിറ്റി. ഈവൻ പോലീസ് ബ്രൂട്ടാലിറ്റി വരെ എന്ത് അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും എന്താണ് പോലീസ് ആൾക്കാരും എന്തായിരിക്കും ചിലപ്പോൾ നിയമം നടത്തേക്കുന്ന നിയമപാലകർ പോലും എന്താണ് അവരെ എന്താണ് കൺസിഡർ ചെയ്യണമെന്നില്ല, എസ്പെഷ്യലി അഗെയിൻസ്റ്റ് ട്രാൻസ് പേഴ്സൺസ്. അപ്പോൾ എന്താണ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ട്രാൻസ്ജെൻഡേഴ്സ്, ട്രാൻസ് പീപ്പിളിന് എതിരെയായിട്ടുള്ള എന്താണ് ക്രൈംസ്. പിന്നെന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്താണ് അവർക്ക് ബുള്ളിങ് സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ് നമ്മുടെ മക്കൾക്ക് അവരെ അറിയില്ല, അവരെ വ്യത്യാസമോ അല്ലെങ്കിൽ അവരെ കുറിച്ചോ അറിയില്ല. അവർ വിചാരിക്കും, അവർ നോക്കുമ്പോൾ എന്താണ് നീ എന്നെ പോലെയല്ല, നീ മറ്റാരോ പോലെയാണ്, അതുകൊണ്ട് നീ എൻ്റെ കൂട്ടത്തിൽ പെടാനുള്ളതല്ല എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. അതാണ് വലിയ വലിയ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാക്കും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെയും എന്താണ് മനസ്സിലാക്കണം, അവർ മനുഷ്യരാണെന്ന് മനസ്സിലാക്കിപ്പിക്കണം. LGBTQ+ സ്റ്റുഡൻസ് ഫേസ് ഹറാസ്മെന്റ് ലീഡിങ് ടു ഡ്രോപ്പ് ഔട്ട്സ് ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ്. എന്താണ് ഇത് കാരണം അവർക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് കാരണം അവർക്ക് കുറച്ച് മെൻ്റൽ ഇഷ്യൂസും സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ വരാം. എന്താണ് സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ് എന്ന് നോക്കാം. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് സംഭവിക്കും. ഹൈ പ്രിവലൻസ് ഓഫ് ഡിപ്രഷൻ, ആങ്സൈറ്റി ആൻഡ് സൂയിസൈഡൽ ഐഡിയേഷൻ. അപ്പോൾ എന്താണ് വളരെയധികം ആങ്സൈറ്റി, അതുപോലെ തന്നെ ഡിപ്രഷൻ, പിന്നെ സെൽഫ് ഹാം എന്താണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ എന്താണ് വേദനിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെന്താണ് സൂയിസൈഡൽ ടെൻഡൻസീസ്, എന്താണ് ആത്മഹത്യ ചെയ്യൽ, അതൊക്കെ നടക്കും. പിന്നെന്താണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആൻഡ് ഇൻറ്റേർണലൈസ്ഡ് ഹോമോഫോബിയ. എന്താണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്, എന്താണ് അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി കിട്ടുന്നില്ല. ഇപ്പം എന്താണ് എനിക്കിപ്പോൾ എന്താണ് സമൂഹത്തിൽ ഐഡൻറ്റിറ്റി ഉണ്ട്, ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ഓരോ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അതുപോലെ അവർക്ക് അവരെ ആരാണെന്ന് ഒരു ഐഡൻറ്റിറ്റി അവർക്ക് കിട്ടുന്നില്ല. പിന്നെന്താണ് ഇൻറ്റേർണലൈസ്ഡ് ഹോമോഫോബിയ, അവർക്കെതിരെയായിട്ടുള്ള എന്താണ് പ്രശ്നങ്ങൾ. കോൺസ്റ്റന്റ് പ്രഷർ ടു കൺഫേം കോസസ് ഗിൽറ്റ് ആൻഡ് ഷെയിം. എന്താണ് എപ്പോഴും എന്താണ് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് അവർക്കത് കുറച്ച് പ്രശ്നമായിട്ട് മാറുന്നു. പിന്നെന്താണ് ലാക്ക് ഓഫ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്. അവർക്ക് എന്താണ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് വളരെ കുറവാണ്. ഇൻസെൻസിറ്റീവ് ഓർ അൺയൂണിഫോംഡ് കൗൺസിലേഴ്സ് ആൻഡ് എന്താണ് സൈക്യാട്രിസ്റ്റ്. അതായത് അവരെ കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ വരെ എന്താണ് അൺഇൻഫോംഡ് ആയിരിക്കാം. അവർക്ക് ചിലപ്പോൾ എന്താണ് ഇവരെക്കുറിച്ച് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അത് മോസ്റ്റ്ലി എന്താണ് എല്ലാവർക്കും എന്താണ് ഇവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ മെഡിക്കൽ ആസ്പെക്ട്സ്, ഇവരുടെ മെൻ്റൽ ആസ്പെക്ട്സ് എല്ലാം നോർമൽ ഒരു വുമൺ അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്നതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. അവർക്ക് പല പല വ്യത്യാസ കാര്യങ്ങളും ഉണ്ടാവും. അത് നോർമലായിട്ടുള്ളൊരു കൗൺസിലറിനോ സൈക്യാട്രിസ്റ്റിനോ അറിയണമെന്നുണ്ടാവില്ല. അത് ഇങ്ങനത്തെ വ്യക്തികളെ എന്താണ് അറിയാമെന്നുള്ള അല്ലെങ്കിൽ അവരെക്കുറിച്ച് പഠിച്ചിട്ടുള്ള കുറച്ച് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലേഴ്സിന് മാത്രമായിരിക്കും എന്താണ് അവരുടെ ഇഷ്യൂസ് ഡീൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്താണ് അവരെക്കുറിച്ച് അധികം അറിയാത്ത കൗൺസിലേഴ്സൊക്കെ ആയിരിക്കും എന്താണ് ഇവരെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്താണ് അവർക്കൊരു പ്രശ്നമായി മാറുന്നു. എന്താണ് എഡ്യൂക്കേഷണൽ ചലഞ്ചസ്. എന്താണ് ഹോസ്റ്റൈൽ സ്കൂൾ എൻവയോൺമെൻറ്റ്. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലതല്ല, ചീത്തയായിട്ടുള്ള സ്കൂൾ എൻവയോൺമെൻറ്റ്. അതെന്താണ് അവർക്കെതിരെയായിട്ടായിരിക്കും എന്താണ് ഒരു സ്കൂൾ പരിസരം. ജെൻഡർ നോൺ കൺഫോമിങ് സ്റ്റുഡൻസ് ഓഫൺ ഫേസ് ബുള്ളിയിങ്. എന്താണ് അവർ നോൺ കൺഫോമിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല എന്താണ് ഇതാണ് എൻ്റെ ജെൻഡർ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ സെക്സ് എന്ന് പറയുന്നുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു അവർ എപ്പോഴും എന്താണ് ബുള്ളിയിങ് എന്താണ് സംഭവിക്കുന്നു അവിടെ. പിന്നെ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് സംഭവിക്കുന്നു. ട്രാൻസ് ആയാലും ക്യൂർ സ്റ്റുഡൻസ് ആയാലും ആരായാലും ഫോഴ്സ്ഡ് ടു ഡിസ്കണ്ടിന്യൂ എഡ്യൂക്കേഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് അക്സെപ്റ്റൻസ്. നമ്മളവരെ എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല മെയിൻ സ്ട്രീം സൊസൈറ്റിയിലോട്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു പഠിത്തം നിർത്താനല്ലാതെ പിന്നെ സ്കൂളിലേക്ക് വരാനുള്ള മറ്റ് വഴി ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു. പിന്നെന്താണ് ലാക്ക് ഓഫ് ഇൻക്ലൂസീവ് കരിക്കുലം. എഡ്യൂക്കേഷൻ ഡസ് നോട്ട് അഡ്രസ് ജെൻഡർ ഡൈവേഴ്സിറ്റി ഓർ ക്യൂർ റൈറ്റ്സ്. അപ്പോൾ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്താണ് ജെൻഡർ റൈറ്റ്സ് അല്ലെങ്കിൽ ക്യൂർ ആസ്പെക്റ്റ് നമ്മളെ കുട്ടികളെയും എന്താണ് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അവിടെ ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കരിക്കുലം അല്ല എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി മാറ്റങ്ങൾ സംഭവിക്കാം. കറൻ്റ്ലി എന്താണ് കുറച്ച് ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ്ലി മാറാൻ ഡെഫിനറ്റ്ലി കുറച്ച് സമയം എടുക്കും. പക്ഷേ ആ സമയത്തിനുള്ളിൽ നമ്മൾ അവരെ ഹറാസ് ചെയ്ത് എന്താണ് ചെയ്യാൻ പാടില്ല. നമ്മൾ അവരെയും എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം. അത് നമ്മൾ ഓരോരുത്തരുടെയും എന്താണ് ഉത്തരവാദിത്തമാണ്. പിന്നെന്താണുള്ളത് എക്കണോമിക് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ബാരിയേഴ്സ്. അവർക്ക് എന്ത് ചെയ്യുന്നു വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നു. ബയാസ് ഇൻ ഹയറിംഗ്, പ്രൊമോഷൻ ആൻഡ് ഹറാസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസ്. എന്ത് ചെയ്യുന്നു അവർ എന്താണ് ജോലിക്കെടുക്കാനും ചിലപ്പോൾ എന്താണ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്നില്ല. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു മറ്റേതെങ്കിലും രീതിയിൽ എന്താണ് വർക്ക് പ്ലേസിൽ അവരെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്നു, ഹറാസ് ചെയ്യുന്നു. പിന്നെ ജോബ് ഇൻസെക്യൂരിറ്റി ഉണ്ട്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഓഫൺ പുഷ്ഡ് ഇൻ ടു ഇൻഫോർമൽ സെക്ടേഴ്സ്. എന്താണ് അവരെന്താണ് ഫോർമൽ സെക്ടേഴ്സിൽ അവർക്ക് എന്താണ് ചിലപ്പം ജോലി കൊടുക്കണം എന്നില്ല. നമ്മൾ എന്താണ് മോസ്റ്റ്ലി ഇൻഫോർമൽ സെക്ടേഴ്സിലേക്ക് നമ്മൾ അവരെ തള്ളി വിടുന്നു. അതായത് എന്താണ് ചിലപ്പോൾ എന്താണ് മറ്റ് നല്ല ജോലികളൊന്നും കിട്ടാതെ അവർ ബെഗിങ്ങിലോട്ടോ അല്ലെങ്കിൽ സെക്സ് വർക്കിലോട്ടോ പോയി എന്ന് ഇരിക്കാം. ഓക്കെ,
പിന്നെന്താണ് ഇൻകം ഇൻഇക്വാളിറ്റി, എക്കണോമിക് മാർജിനലൈസേഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് അവർക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, കാരണം നമ്മൾ അവരെ വിദ്യാഭ്യാസം നേടാൻ സമ്മതിക്കുന്നില്ല. എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ട് അവർക്ക് ജോലി കിട്ടുന്നില്ല. ചിലപ്പോൾ ജോലി കിട്ടിയാലും അവർക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ എന്താണ് അവരെ ഇൻഫോർമൽ സെക്ടറിലോട്ടായിരിക്കും നമ്മൾ പറഞ്ഞു വിടുന്നത്. അവിടെ അവർക്ക് എന്തായിരിക്കും ലെസ് വേജസ് ആയിരിക്കും. അതുകൊണ്ട് എന്താണ് വേജ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് അവർക്ക് എക്കണോമിക് മാർജിനലൈസേഷൻ സംഭവിക്കുന്നവർ ഇൻകം വളരെ കുറവായതുകൊണ്ട് എക്കണോമിക്കലി മാർജിനലൈസ്ഡ് ആവും. ഓക്കെ, പിന്നെ ഹെൽത്ത് കെയർ ഇഷ്യൂസ് അവർക്ക് ഉണ്ട്. ഡിസ്ക്രിമിനേഷൻ മെഡിക്കൽ സർവീസസ്, മിസ്ജെൻഡറിങ്, ഡിനയൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ലാക്ക് ഓഫ് എന്താണ് സെൻസിറ്റിവിറ്റി. എന്താണ് ചിലപ്പോൾ അവരെ നമ്മൾ മിസ്ജെൻഡർ ചെയ്തേക്കാം. അവരെ ജെൻഡർ നമ്മൾ ഇതാണോ അതാണോ നമ്മൾ കൺഫ്യൂഷൻ ആയിരിക്കും, നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. അല്ലെങ്കിൽ എന്താണ് ഡിനയൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്, അവർക്ക് നമ്മൾ എന്താണ് ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ലാക്ക് ഓഫ് സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നു. പിന്നെന്താണ് ലാക്ക് ഓഫ് ജെൻഡർ അഫർമേറ്റീവ് കെയർ, സ്കേഴ്സിറ്റി ഓഫ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് ലൈക്ക് ഹോർമോൺ തെറാപ്പി ഓർ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി. അപ്പം ഈ ഹോർമോൺ തെറാപ്പി അതേപോലെ തന്നെ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിയൊക്കെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കുറച്ച് എന്താണ് സ്പെഷ്യലൈസ്ഡ് സർവീസസ് ആണ്. കാരണം എന്താണ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, ഇതിൽ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു കുറവ്, അതാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. എല്ലാ ഹോസ്പിറ്റൽസിലും എന്താണ് ഇത് കാണണമെന്നില്ല. മനസ്സിലായോ? ഓക്കെ. പിന്നെ HIV AIDS സ്റ്റിഗ്മ, LGBTQ+ ഇൻഡിവിജ്വൽസ് ഓഫൺ റോങ്ലി അസോസിയേറ്റഡ് വിത്ത് എന്താണ് HIV AIDS ലീഡിങ് ടു ഫർദർ സ്റ്റിഗ്മ. അതായത് എന്താണ് നമ്മൾ എപ്പോഴും എന്താണ് തെറ്റായിട്ടാണ് വിചാരിക്കുന്നത്. അവർക്ക് എന്താണ് HIV AIDS ഉണ്ട്, അല്ലെങ്കിൽ അവർ കാരണം അങ്ങനെയുള്ള അസുഖങ്ങൾ പടരും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അത് നമ്മൾ തെറ്റായൊരു കൺസെപ്ഷൻ, അതൊരു മിസ്കൺസെപ്ഷനാണ്. അത് പിന്നെ അതായത് ഇങ്ങനെ നമ്മൾ സ്റ്റീരിയോടൈപ്പ് ചെയ്ത് വിചാരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഓൾറെഡി അവർക്കെതിരെ സ്റ്റിഗ്മയുണ്ട്, ഓൾറെഡി നമ്മൾ അവരെ ഹറാസ് ചെയ്യുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടി വിചാരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നു, അവരെ മാറ്റി നിർത്തുന്നു, ഒഴിവാക്കുന്നു. ഓക്കെ. പിന്നെന്താണ് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ. പിന്നെ അവർക്ക് വളരെ കുറച്ച് ലീഗൽ ആയിട്ടുള്ള റെക്കഗ്നീഷനാണുള്ള. ഫോർ എക്സാമ്പിൾ എന്താണ് സെയിം സെക്സ് മാരേജ് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഇതുവരെ എന്താണ് ലീഗലി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. വി ഹാവ് നോട്ട് റെക്കഗ്നൈസ്ഡ് സെയിം സെക്സ് മാരേജ്. ഓക്കെ, ശ്രദ്ധിക്കുക, സെയിം സെക്സ് മാരേജ് ആണ് നമ്മൾ ലീഗലി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലാത്തത്. ഇമ്പോർട്ടൻറ്റ്. പിന്നെന്താണ് സിറ്റിസൺഷിപ്പ് റൈറ്റ്, അവർക്ക് കുറച്ച് എന്താണ് പ്രശ്നങ്ങളുണ്ട്. എന്താണ് സിറ്റിസൺഷിപ്പ് റൈറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടി ഇൻ ഒബ്റ്റെയിനിങ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്. കാരണം എന്താണ് അവർക്ക് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. മാച്ചിങ് ദ ജെൻഡർ ഐഡൻറ്റിറ്റി. മനസ്സിലായില്ലേ? പിന്നെ പൊളിറ്റിക്കൽ അണ്ടർ റെപ്രസെൻറ്റേഷൻ, മിനിമൽ റെപ്രസെൻറ്റേഷൻ ഇൻ ഇലക്ട്രൽ പൊളിറ്റിക്സ് ആൻഡ് പോളിസി മേക്കിംഗ്. നമുക്കിപ്പോൾ എന്താണ് വിമൻ്റെ റിസർവേഷൻ ഉണ്ട്, പിന്നെ എന്താണ് SC/ST റിസർവേഷൻ ഉണ്ട്. പക്ഷെ എന്താണ് ഇവർക്ക് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. നമ്മളിവരെ പൊളിറ്റിക്കലി വളരെ അണ്ടർ റെപ്രസെൻറ്റേറ്റഡ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവർ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് റിലവൻറ്റ് ലോസും പോളിസീസൊക്കെ നോക്കാം. എന്തൊക്കെയാണ് പ്രോഗ്രസീവ് ലോസ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള, അതാണ് എന്ത് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. ഇവരെ റിലേറ്റ് ചെയ്ത്, അതായത് ഈ കമ്മ്യൂണിറ്റി റിലേറ്റ് ചെയ്ത്, ജെൻഡർ മൈനോറിറ്റി അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം എന്താണ് സെക്ഷൻ 377. 2018 സെക്ഷൻ 377 ഡീക്രിമിനലൈസ് ചെയ്തു. എന്ത് ഡീക്രിമിനലൈസ് ചെയ്തു? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഡീക്രിമിനലൈസ്ഡ് കൺസെക്ഷൽ സെയിം സെക്സ് റിലേഷൻഷിപ്പ്. എന്താണ് സെയിം സെക്സിലുള്ള ആൾക്കാർ, ഓക്കെ, അവർക്ക് എന്താണ് സെക്സ് ചെയ്യാം എന്ന് നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞു. അത് കൺസെൻഷ്യൽ ആയിരിക്കണം, ഡെഫിനറ്റ്ലി. കൺസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അനുവാദത്തോട് കൂടി. അതാണ് എന്ത് സെയിം സെക്സ് എന്താണ് കൺസെഷണൽ സെയിം സെക്സ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്തു, നമ്മൾ ഡീക്രിമിനലൈസ് ചെയ്തു. അത് ക്രിമിനൽ ആക്ട് അല്ലാതെ ആക്കി, അതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലാതെ ആക്കി. ഇപ്പം അത് ക്രിമിനാലിറ്റി അല്ല, നമുക്കത് ചെയ്യാം. അതാണ് എന്ത് ഡീക്രിമിനലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ച ഇത് ആലോചിച്ച് നോക്കുക. ഇതെന്താണ് സെയിം സെക്സ് റിലേഷൻഷിപ്പാണ്. പക്ഷേ സെയിം സെക്സ് മാരേജ് നമ്മൾ ഇന്ത്യ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഡീക്രിമിനലൈസ് ചെയ്തു, പക്ഷേ സെയിം സെക്സ് മാരേജ് നമ്മൾ ഇതുവരെ ലീഗലി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെന്താണ് നമുക്ക് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് ഉണ്ട്. ഏത് ഇയർ ആണ്? 2019. ഇയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 2019. പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഇൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ. എന്താണ് എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്ന ആസ്പെക്ട്സിലും അവർക്ക് കിട്ടേണ്ട ഹെൽത്ത് കെയറും അതിലവരെ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുന്നു. അതെന്താണ് പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷനാണ്. പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ. പിന്നെന്താണ് മാൻഡേറ്റ്സ് ഗവൺമെൻറ് വെൽഫെയർ സ്കീംസ് ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്. എന്താണ് ഗവൺമെൻറ് എന്ത് ചെയ്യണം? ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അല്ലെങ്കിൽ എന്താണ് സെക്ഷൽ മൈനോറിറ്റീസ് അല്ലെങ്കിൽ ജെൻഡർ മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വെൽഫെയർ സ്കീംസ് കൊണ്ടുവരണം.
റൈറ്റ്. പിന്നെന്താണ് 2014 ഒരു ആസ്പെക്റ്റ് ഉണ്ട് നമുക്ക്, റൈറ്റ് ടു സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ജെൻഡർ. എന്താണ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ? നമുക്ക് സ്വന്തമായി തന്നെ നമ്മൾ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാം. അത് നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ് പറയുന്നത്. റൈറ്റ് ടു സെൽഫ് ഐഡന്റിഫിക്കേഷൻ, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാം. അത് നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014 പറയുന്നത്. അതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഗ്രാൻഡിങ് ദ റൈറ്റ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് മെയിൽ, ഫീമെയിൽ ഓർ തേർഡ് ജെൻഡർ. ഇപ്പം നമ്മൾ തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താണ് നമ്മൾ ചില ഫോംസ് ഒക്കെ കാണുമ്പോൾ കാണാം എന്താണ് മെയില്, ഫീമെയില്, പിന്നെ തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞൊരു കോളം കൂടി. അതായിരിക്കും എന്താണ് ഇവർ എന്താണ് ടിക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ഒരു റൈറ്റ് നമുക്ക് ഗ്രാൻഡ് ചെയ്തു. അതാണ് റൈറ്റ് ടു സെൽഫ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. പിന്നെ എന്താണ് ലിമിറ്റേഷൻസ് ഇൻ ലോ? അപ്പോൾ നമ്മൾ നേരത്തെ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് പ്രോഗ്രസീവ് ലോസ് ആണ്, അതായത് ലോസിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് അവർക്കുള്ള ലിമിറ്റേഷൻ? അതായത് ലോ കാരണം ലീഗാലിറ്റി അവർക്ക് പെർമിഷൻ ഇല്ലാത്ത കാര്യങ്ങൾ. നോ റെക്കഗ്നിഷൻ ഓഫ് സെയിം സെക്സ് മാരേജ് നമ്മൾ ഇതുവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. 2019 ആക്ട് ക്രിട്ടിസൈസ്ഡ് ഫോർ എന്ത് ചെയ്തു? നമ്മൾ 2019 ആക്ട് നേരത്തെ ഡിസ്കസ് ചെയ്തു. പക്ഷെ അതിൽ കുറച്ച് ക്രിറ്റിസിസംസും നമുക്ക് പറയാം, ഒരു നെഗറ്റീവ് ആസ്പെക്ട് നമുക്ക് പറയാം. എന്താണ്? ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓൺ സെൽഫ് ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ്. അതായത് സെൽഫ് ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്, ഒരു വ്യക്തത കുറവുണ്ട്. ക്രിമിനലൈസിങ് ബെഗ്ഗിങ് വിത്തൗട്ട് ഓഫറിങ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ എന്ത് ചെയ്തു? ബെഗ്ഗിങ്ങിനെ ക്രിമിനലൈസ് ചെയ്തു, പക്ഷേ അതിനുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, നമ്മളൊരു ഇഷ്യൂ ഡിസ്കസ് ചെയ്തു. എന്താണ്? അവർക്ക് ഫോർമൽ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? അവരെ ഇൻഫോർമൽ വർക്കിലേക്ക് തള്ളിവിടുന്നു. അവരെന്ത് ചെയ്യുന്നു? ബെഗ്ഗിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യുന്നു. ബെഗ്ഗിങ് എന്ന് പറയുന്നത് ഒരു ക്രിമിനലൈസ്ഡുള്ള ആക്റ്റാണ്. ആക്ച്വലി നമുക്ക് ബെഗ് ചെയ്യാൻ പാടില്ല എന്നാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ബെഗ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ പൈസ കൊടുക്കരുത്. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് മേടിച്ചു കൊടുക്കാം, ഡ്രസ്സോ ഭക്ഷണമോ എന്തെങ്കിലും, പക്ഷെ നമ്മൾ പൈസ കൊടുക്കരുതെന്ന് എപ്പോഴും പറയും. ബട്ട് ബെഗ്ഗിങ് ഇസ് എ ക്രിമിനലൈസ്ഡ് ആക്ട്. അപ്പോൾ നമ്മൾ ബെഗ്ഗിങ് ഒരു ക്രിമിനലൈസ്ഡ് ആക്ട് ആണെന്ന് ഇതിലും പറയുന്നുണ്ട്. പക്ഷേ അതിന് പകരം അവർ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം എന്താണ്? നമ്മളവരെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. മനസ്സിലായില്ലേ എന്താണ് ആ ക്രിറ്റിസിസം? അപ്പോൾ നമ്മൾ ക്രിറ്റിസിസത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ് ഇത്. ഇൻഅഡക്വേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വെൽഫെയർ മെഷേഴ്സ്. അപ്പോൾ എന്താണ്? കുറച്ച് വെൽഫെയർ മെഷേഴ്സ് ഒക്കെ എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ളൂ. ഭയങ്കര അധികം എന്താണ് വെൽഫെയർ മെഷേഴ്സ് ഒന്നും ഇല്ല. ഇനിയുള്ള മെഷേഴ്സ് തന്നെ എന്താണ് മര്യാദയ്ക്ക് നമ്മൾ ചെയ്യുന്നുമില്ല, നടത്തുന്നുമില്ല. മനസ്സിലായോ? അതാണ് ഇൻഅഡക്വേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കേരള സ്പെസിഫിക് സിനാരിയോ നോക്കാം. പ്രോഗ്രസീവ് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എന്താണ് സ്റ്റേറ്റിൻ്റെ പോളിസി ഉണ്ട് എന്തിനു വേണ്ടിയിട്ട്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട്. അത് 2015 വന്നത്. പിന്നെന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ടു ഇൻട്രൊഡ്യൂസ് എ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ പോളിസി. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്, അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ഫോക്കസ് ഓൺ ഡിഗ്നിറ്റി, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ. അവരുടെ എന്താണ് ഡിഗ്നിറ്റി, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ഹെൽത്ത് കെയർ ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. പിന്നെ വി ഹാവ് എ ജെൻഡർ പാർക്ക്. കോഴിക്കോടിൽ നമുക്ക് ജെൻഡർ പാർക്കുണ്ട്. അതൊരു ഗവൺമെൻറ് റൺ ഇനിഷ്യേറ്റീവ് ആണ് ടു പ്രൊമോട്ട് ജെൻഡർ ജസ്റ്റിസ്. ജെൻഡർ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗവൺമെൻറ് റൺ ഇനിഷ്യേറ്റീവ് ആണെന്ത് ജെൻഡർ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് ഷീ ലോഡ്ജ്, അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഒക്കെ എന്താണ് നമുക്ക് അവൈലബിൾ ആണ്. സം ലോക്കൽ ഗവൺമെൻറ്റ്സ് പ്രൊമോട്ട് ഇൻക്ലൂസീവ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും എന്താണ് ഒന്നിച്ച് നിർത്തുക. അതെന്താണ്? പ്രത്യേകിച്ച് അവരുടെ ഡിഫറൻസ് എന്ന് നോക്കുക. അതായത് ഇപ്പം ജെൻഡർ മൈനോറിറ്റി ആയാലും സെക്ഷൽ മൈനോറിറ്റി ആയാലും മെൻ ആയാലും ഫീമെയിൽ ആയാലും ഡിസേബിൾഡ് പേഴ്സൺ ആയാലും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരുപോലെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്താണ് ലോക്കൽ ഗവൺമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്താണ്? ഒരു ട്രാൻസ്ജെൻഡർ സെല്ലുണ്ട്. അണ്ടർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നമുക്കൊരു ട്രാൻസ്ജെൻഡർ സെല്ലുണ്ട്. ഫെസിലിറ്റേറ്റ്സ് എന്താണ്? ഇവരെന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടിയിട്ടുള്ള ID ഇഷ്യൂൻസ്, പിന്നെ സ്കോളർഷിപ്പ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഈ ട്രാൻസ്ജെൻഡർ സെല്ല് നോക്കുന്നു. ഓക്കെ. പെർസിസ്റ്റിംഗ് ചാലഞ്ചസ് ഇൻ കേരള. നമുക്ക് ഉള്ള ഇഷ്യൂസ്. സോഷ്യൽ ഓസ്ട്രാസിസം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇഷ്യൂ ആണ്. നമ്മൾ അവരെന്ത് ചെയ്യുന്നു? ചില കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റുന്നു. ഡിസ്പൈറ്റ് പ്രോഗ്രസീവ് പോളിസീസ്, നമുക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യുന്നു? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. അത് ഏതൊക്കെ ലെവലിലാണ്? ഫാമിലി ലെവലിലും ഉണ്ട്, കമ്മ്യൂണിറ്റി ലെവലിലും ഉണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? അസിസ്റ്റ് വെൽഫെയർ, ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസ് ഇൻ obtaining identity cards, availing schemes. അപ്പോൾ അവർക്ക് ഐഡൻറ്റി കാർഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ എന്താണ് സെല്ലൊക്കെ ഉണ്ടെങ്കിലും അവിടെ കുറച്ച് എന്താണ് ഒരു ഓഫീസ് അല്ലെങ്കിൽ ബ്യൂറോക്രസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നു. അവർക്ക് കാർഡ്സ് ആക്സസ് ചെയ്യാൻ അവരുടെ സ്കീംസ് അവർക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന സ്കീംസാണ്, അത് ആക്സസ് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്നു. ഹെൽത്ത് കെയർ ഗ്യാപ്സ്, ലിമിറ്റഡ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ആണുള്ളത് ഓഫറിംഗ് ജെൻഡർ അഫർമേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. അതായത് ജെൻഡർ അഫർമേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു ഹെൽത്ത് കെയറിൻ്റെ എന്താണ് ഒരു ഗ്യാപ്പ് വരുന്നു, ഒരു വിടവ് വരുന്നു. ഓക്കെ.
അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് എന്താണ് സെയിം സെക്സ് മാരേജ് ലീഗലി എന്താണ് റെക്കഗ്നൈസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, ട്രാൻസ്ജെൻഡർ ലോസ് ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ഉണ്ടെങ്കിലും എന്താണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും കരിക്കുലും ഒക്കെ നമുക്ക് ഫോം ചെയ്യാം. പിന്നെ എന്താണ് കുറച്ചുകൂടി നല്ല മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ നമുക്ക് വയ്ക്കാം. പിന്നെ പബ്ലിക് അവയർനെസ് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ട്? അവർക്കെതിരെയുള്ള സ്റ്റിഗ്മയും സ്റ്റീരിയോടൈപ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാം. ആർക്ക്? പോലീസ് ഓഫീസേഴ്സിന്, ടീച്ചേഴ്സിന്, ഡോക്ടേഴ്സിന്. അങ്ങനെ എന്താണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള അവരെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കണം എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് കൊടുക്കാം. കമ്മ്യൂണിറ്റി ബേസ്ഡ് സപ്പോർട്ട് നെറ്റ്വർക്ക്സ്, അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻസ് ഒക്കെ നമുക്ക് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജെൻഡർ മൈനോറിറ്റി അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റി റിലേറ്റ് ചെയ്ത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് മറ്റ് വലിയ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനില്ല, ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് റിലേറ്റ് ചെയ്ത് എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അക്രോണിം LGBTQIA+ സ്റ്റാൻഡ്സ് ഫോർ? അപ്പോൾ എന്താണ് നോക്കുക, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, ഇന്റർ അലൈസ്. അങ്ങനെയല്ല, അത് തെറ്റാണ്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, ഇന്റർസെക്സ്, അസെക്ഷൽ. ഇതാണ് എന്ത് നമുക്ക് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഇതൊക്കെ ശരിയാണ്, പക്ഷെ എന്താണ് ഇൻട്രോവേർട്ടും അഗ്നോസ്റ്റിക്കും അല്ല, ലെസ്ബിയൻ, ഗേ, ബൈ ട്രഡീഷണലും അല്ല. അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി. Which of the following best defines a gender minority? ഏതാണ് ജെൻഡർ മിനോറിറ്റി? ഇൻഡിവിജ്വൽസ് ഹൂസ് റൊമാൻറ്റിക് ഓറിയൻറ്റേഷൻ സെയിം സെക്സ് അല്ല, അത് സെക്ഷൽ മൈനോറിറ്റി ആവും. ഇൻഡിവിജ്വൽ ഹൂ റിജക്ട് മാരേജ് അതൊന്നും അല്ല. ഇൻഡിവിജ്വൽസ് ഹൂസ് ജെൻഡർ ഐഡൻറ്റിറ്റി എക്സ്പ്രഷൻ ഡിഫേഴ്സ് ഫ്രം ട്രഡീഷണൽ നോംസ്. സാധാരണ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ജെൻഡർ ആസ്പെക്ട്സ്, അതാണ് എന്ത് ജെൻഡർ മൈനോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. Which group falls under the category of sexual minority? അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ആരാണ് സെക്ഷൽ മൈനോറിറ്റി? ട്രാൻസ്ജെൻഡർ, നോൺ ബൈനറി, ഹിജ്റ ആൻഡ് ഇന്റർസെക്സ്, ലെസ്ബിയൻ, ബൈസെക്ഷൽ, ജെൻഡർ ക്യൂർ, ജെൻഡർ. ആരാണ്? ജെൻഡർ എന്ന് പറഞ്ഞാൽ ടേമില്ല, ജെൻഡർ ക്യൂർ അല്ല, ഹിജ്റ അല്ല, പിന്നെന്താണ് ട്രാൻസ്ജെൻഡർ, നോൺ ബൈനറി അല്ല, മറിച്ച് എന്താണ് ലെസ്ബിയൻ, ബൈസെക്ഷലും ആണ് എന്ത് രണ്ടുപേരും വരുന്നത് എന്ത് സെക്ഷൽ മൈനോറിറ്റീസിൻ്റെ കാറ്റഗറിയിലാണ്. ഓക്കെ, ഓപ്ഷൻ സി, ഓപ്ഷൻ സി. വാട്ട് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സെക്ഷൽ ഓറിയൻറ്റേഷൻ? ജെൻഡർ ഐഡൻറ്റിറ്റിയും സെക്ഷൽ ഓറിയൻറ്റേഷനും തമ്മിലുള്ള കീ ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ജെൻഡർ ഐഡൻറ്റിറ്റി is whom you love, sexual orientation is how you dress. അല്ല, ജെൻഡർ ഐഡൻറ്റിറ്റി is your biological sex, sexual identity orientation is your gender. അല്ല, ജെൻഡർ ഐഡൻറ്റിറ്റി ബയോളജിക്കൽ ആണോ? അല്ല. ജെൻഡർ ഐഡൻറ്റിറ്റി is who you are and sexual orientation is whom you are attracted to. യെസ്, ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ദേ ആർ ദ സെയിം അല്ല, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. What is the major psychological problem faced by LGBTQIA+ individuals? ഏതാണ് മേജർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലം? ഓവർ-ഈറ്റിംഗ്, ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി, ലേസിനെസ് ആൻഡ് ഹൈ ബ്ലഡ് പ്രഷർ. ഏതായിരിക്കും സൈക്കോളജിക്കൽ പ്രോബ്ലം? ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ആയിരിക്കും ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. വാട്ട് ലോ ഇൻ ഇന്ത്യ ഡീക്രിമിനലൈസ് സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഇൻ 2018? ഏത് സെക്ഷനാണ് എന്ത് ഡീക്രിമിനലൈസ് ചെയ്തത്? എന്ത് സെയിം സെക്സ് റിലേഷൻഷിപ്പ് ആണ്, സെയിം സെക്സ് റിലേഷൻഷിപ്പ്. 497, 375, 320. ഏതാണ് സെക്ഷൻ 377? ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ഇന്ത്യൻ സുപ്രീം കോർട്ട് കേസ് അലോട്ട് ഫോർ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ജെൻഡർ? ഏതാണ്? വിശാഖ സ്റ്റേറ്റ് ആണോ? വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ആണോ? നവജോത് സിംഗ് ജോർ ആണോ? യൂണിയൻ ഓഫ് ഇന്ത്യ? ശേഷാനന്ദ ഭാരതി ആണോ? അല്ല, നൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആൻസർ. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ടേക്ക് അവേ ഉണ്ട്, അതായത് ഈ നവജോത് സിംഗ് ജോഹർ ഉണ്ടല്ലോ, ഈ കേസിലാണ് എന്ത് സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഡീക്രിമിനലൈസ് ചെയ്ത കേസ് എന്ന് പറയുന്നത്. ഈ കേസാണ് സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഡീക്രിമിനലൈസ് ചെയ്ത കേസ്, റിലേഷൻഷിപ്പ് ഡീക്രിമിനലൈസ് ചെയ്ത കേസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നവജോത് സിംഗ് ജോഹർ കേസ്. ഈ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത്? സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ജെൻഡർ പറഞ്ഞ കേസ് ഏതെന്നാണ്. അതേതാണ്? നെൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നവജോത് സിംഗ് ജോഹർ കേസാണ് സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഡീക്രിമിനലൈസ് ചെയ്ത കേസ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ നമ്മളെ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോമൺലി ഫേസ്ഡ് ഇഷ്യൂ ഇൻ സ്കൂൾസ് ബൈ LGBTQA+ ഇൻ സ്റ്റുഡൻസ്? നോട്ട് എ കോമൺ ഇഷ്യൂ ആണ്. ഇൻക്ലൂസീവ് ടെക്സ്റ്റ് ബുക്സ്, ബുള്ളിയിങ്, ഡ്രോപ്പ് ഔട്ട് ഡ്യൂ ടു ഡിസ്ക്രിമിനേഷൻ, ഹോസ്റ്റൈൽ എൻവയോൺമെൻറ്റ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? അവർ കോമൺലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. പക്ഷേ നമുക്ക് കോമൺലി ഇല്ലാത്തൊരു ഇഷ്യൂ ആണ് എന്ത് ഇതൊരു ഇഷ്യൂ അല്ല, ഇതൊരു നല്ല കാര്യമല്ലേ. അപ്പം ഓപ്ഷൻ എ ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ഇന്ത്യൻ ആക്ട് എയിംസ് ടു പ്രൊട്ടക്ട് ദി റൈറ്റ്സ് ഓഫ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്? ഏതാണ് ആക്ട്? സെക്ഷൽ ഹറാസ്മെൻറ്റ് ആക്ട് 2013, ചൈൽഡ് റൈറ്റ്സ് ആക്ട്,
ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ട്, LGBTQ+ റൈറ്റ്സ് ആക്ട് 2016. ഏതാണ് നമുക്കുള്ളത്? ട്രാൻസ്ജെൻഡർ റൈറ്റ് ആക്ട് 29 ആണ് എന്ത് നമുക്ക് ഉള്ളത്. ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. വാട്ട് ഇഷ്യൂ ഡു ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് കോമൺലി ഫേസ് ഇൻ ദി ജോബ് സെക്ടർ? എന്താണ് ജോബ് സെക്ടറിൽ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ? ഫ്രീക്വൻറ്റ് പ്രൊമോഷൻസ്, അവർക്ക് നമ്മൾ പ്രൊമോഷൻസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഹൈ സാലറീസ് കൊടുക്കുന്നില്ല. വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജോബ് ഇൻസെക്യൂരിറ്റി ആണ് എന്താ അവർ നേരിടുന്ന ഇഷ്യൂ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. വാട്ട് ഈസ് എ മേജർ ഇഷ്യൂ വിത്ത് മെഡിക്കൽ സർവീസസ് ഓഫ് LGBTQIA+ ഇൻഡിവിജ്വൽസ്? എക്സസീവ് ടെസ്റ്റിംഗ്, ഫ്രീ സർവീസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് മിസ്ജെൻഡറിങ്, പ്രയോറിറ്റൈസ്ഡ് അപ്പോയിൻമെൻറ്റ്സ്. അത് ഒരിക്കലും അല്ല. ഡിസ്ക്രിമിനേഷൻ ആൻഡ് മിസ്ജെൻഡറിങ് ആണ് എന്താ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറയുന്നത്. ആൻസർ സി. വാട്ട് ഇസ് മെയിൻ ഫോക്കസ് ഓഫ് കേരളാസ് 2015 ട്രാൻസ്ജെൻഡർ പോളിസി? എന്താണ്? മാരേജ് റൈറ്റ്സ്, സ്പോർട്സ് റിസർവേഷൻ, ഡിഗ്നിറ്റി എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ, എന്താണ്? ടൂറിസം, പ്രൊമോഷൻ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്നിറ്റി എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് കെയർ ആണ് എന്ത് ഫോക്കസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഇനിഷ്യേറ്റീവ് ഇൻ കേരള ഫോർ പ്രൊമോട്ടിംഗ് ജെൻഡർ ജസ്റ്റിസ്? നമ്മൾ എന്താണ് നമ്മുടെ ഇനിഷ്യേറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു? IT പാർക്കാണോ? അല്ല, അത് ഇൻഫർമേഷൻ ടെക്നോളജി പാർക്കാണ്. സൈബർ പാർക്കും യൂത്ത് ഹോസ്റ്റലും അല്ല, മറിച്ച് എന്താണ്? ജെൻഡർ പാർക്കാണ് എന്ത് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ ആൻസർ. എവിടെയായിരുന്നു ജെൻഡർ പാർക്ക്? കോഴിക്കോട്. വാട്ട് ലീഗൽ റൈറ്റ് ഇസ് സ്റ്റിൽ നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ ഇന്ത്യ ഫോർ LGBTQIA+? ഏത് ലീഗൽ റൈറ്റ് ആണ് അവർക്ക് ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലാത്തത്? റൈറ്റ് ടു വോട്ട്, എഡ്യൂക്കേഷൻ, റൈറ്റ് ടു മാരി സെയിം സെക്സ് പാർട്ട്നേഴ്സ്, റൈറ്റ് ടു ട്രാവൽ അബ്രോഡ്. ഇതെല്ലാം ഉള്ളതാണ്. വോട്ട് ചെയ്യുക, എഡ്യൂക്കേഷൻ ഇതൊക്കെ. പക്ഷേ എന്താണ്? റൈറ്റ് ടു സെയിം സെക്സ് മാരേജ് അവർക്ക് ഇല്ല. അപ്പം ഓപ്ഷൻ സി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദി സജസ്റ്റഡ് വേ ഫോർവേഡ്? എന്താണ്? ഇൻക്ലൂസീവ് കരിക്കുലം നോട്ട് പാർട്ടാണ്. ഇൻക്ലൂസീവ് കരിക്കുലം, ജെൻഡർ സെൻസിറ്റീവ് പോലീസ് ട്രെയിനിങ്, ക്യാൻസർ വെൽഫെയർ സ്കീംസ്, ലീഗൽ റെക്കഗ്നിഷൻ, ഇതെല്ലാം എന്താണ്? പോസിറ്റീവ് ആണ്. പക്ഷെ ഇത് നോക്ക്, വെൽഫെയർ സ്കീംസ് ക്യാൻസൽ ചെയ്യുക, അതാണോ നമ്മൾ പറഞ്ഞ വേ ഫോർവേഡ്? വെൽഫെയർ സ്കീംസ് കൊണ്ടുവരാനാണെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പം ഇതെല്ലാം തെറ്റ് വരും. ഓപ്ഷൻ എന്താണ്? സി ആണ് എന്താ നമ്മുടെ കറക്റ്റ് ആൻസർ. കാരണം ഇവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്? നോട്ട് പാർട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബട്ട് വാട്ട് ടൈപ്പ് ഓഫ് ഹറാസ്മെന്റ് ഇസ് കോമൺ ഇൻ LGBTQIA+ വർക്ക് പ്ലേസസ്? ഫിനാൻഷ്യൽ ഫ്രോഡ്, സൈബർ ബുള്ളിയിങ്, ഡിസ്ക്രിമിനേഷൻ, ഹാരിങ് ആൻഡ് പ്രൊമോഷൻ. വാട്ട് ടൈപ്പ് ഓഫ് ഹറാസ്മെന്റ് ഇസ് കോമൺ ഇൻ LGBTQI+ എന്താണ് വർക്ക് പ്ലേസസ്? ഫിനാൻഷ്യൽ ഫ്രോഡ്, സൈബർ ബുള്ളിയിങ്, ഡിസ്ക്രിമിനേഷൻ, ഹാരിങ് ആൻഡ് പ്രൊമോഷൻ, ഓൾ എക്സ്പെൻസ് പെയ്ഡ് ഹോളിഡേയ്സ്. അപ്പോൾ വർക്ക് പ്ലേസിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. വർക്ക് പ്ലേസിലെ മോസ്റ്റ്ലി എന്താണ്? ഡിസ്ക്രിമിനേഷനും ഹയറിങ് ആൻഡ് പ്രൊമോഷനാണ് എന്താണ് വർക്ക് പ്ലേസിലുള്ള ഡിസ്ക്രിമിനേഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. LGBTQIA+ persons are often wrongly associated with which medical condition increasing stigma? അപ്പോൾ റോങ്ലി നമ്മൾ എന്താണ് അവരെ അസോസിയേറ്റ് ചെയ്തേക്കാണ് ഈ ഒരു മെഡിക്കൽ പ്രോബ്ലത്തിൽ. ഇവർ എന്താണിത്? ഈ മെഡിക്കൽ പ്രോബ്ലം ഇവരുടെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതാണ് മലേറിയ, ട്യൂബർക്കുലോസിസ് ഒന്നുമല്ല, HIV AIDS ആണ്. ഓപ്ഷൻ സി. 2019 ട്രാൻസ്ജെൻഡർ ആക്ട് ഹാസ് ബീൻ ക്രിട്ടിസൈസ് ഫോർ വാട്ട് റീസൺ? എന്ത് റീസണിനാണ് നമ്മൾ ഈ ആക്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? എക്സസീവ് ബെനിഫിറ്റ്സ് ഒരിക്കലും അല്ല. ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓൺ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്രിമിനലൈസിങ് ബഗ്ഗിങ്, ഇതൊന്നുമല്ല. എന്താണ്? ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. വാട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് കേരള ഡെവലപ്ഡ് ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺ? ട്രാൻസ്ജെൻഡർ പേഴ്സണിന് വേണ്ടി നമ്മൾ എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഇതൊന്നുമല്ല. എന്താണ്? ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്സ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്താ നമ്മളെ കറക്റ്റ് ആൻസർ. Which of the following is proposed action to improve LGBTQIA+ rights? Increase taxation, cancel pride parades, build more എന്താണ് presence, create mental health support system and helplines. അപ്പോൾ എന്താണ് നമുക്ക് mental health സപ്പോർട്ടും എന്താണ് ഹെൽപ്പ്ലൈൻസും ക്രിയേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. Assertion reasoning. LGBTQIA+ individuals experience higher level of mental health issues compared to general population. Yes. അസർഷൻ ശരിയാണ്. റീസണും കൂടി ശരിയാണെന്ന് നോക്കിയിട്ട് ബിക്കോസ് ഇട്ട് നോക്കുക. ദേ ഫേസ് വൈഡ് സ്പ്രെഡ് സ്റ്റിഗ്മ, ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. യെസ്, റീസണും ശരിയാണ്. ആൻഡ് ഇത് കാരണമാണ് എന്ത് അസർഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ എ. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഇൻ ഇന്ത്യ എൻജോയ് ഫുൾ ലീഗൽ റെക്കഗ്നിഷൻ ഫോർ സെയിം സെക്സ് മാരേജ്. തെറ്റ്. അസർഷൻ തെറ്റ്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് ആക്ട് 2019 പ്രൊവൈഡ്സ് കോംപ്രിഹെൻസീവ് മാരേജ് റൈറ്റ്സ്. അതും തെറ്റ്. എന്താണ്? കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മാരേജ് റൈറ്റ്സ് അവർക്ക് ഇല്ല. അപ്പോൾ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ്. ഓപ്ഷൻ ഡി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ജെൻഡർ ഐഡന്റിറ്റി ഈസ് അബൌട്ട് ഹൗ എ പേഴ്സൺ പെർസീവ്സ് ദംസെൽവ്സ്. നമുക്ക് എന്താണ് ജെൻഡർ ഐഡന്റിറ്റി എന്താണ് സെൽഫ് ഐഡന്റിഫിക്കേഷൻ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ റീസൺ അസർഷൻ ശരിയാണ്. റീസൺ ബിക്കോസ് ജെൻഡർ ഐഡന്റിറ്റി റെഫേഴ്സ് ടു ഹൂം എ പേഴ്സൺ ഇസ് റൊമാൻറ്റിക്കലി ആൻഡ് ഓർ സെക്ഷലി അട്രാക്റ്റഡ് ടു. അതുകൊണ്ടല്ല എന്താണ് അത് സെക്ഷൽ മൈനോറിറ്റിയുടെ ഒരു ഡെഫിനിഷനാണ് എന്താ ഇവിടെ ജെൻഡർ ഐഡന്റിറ്റിയുടെ ഡെഫിനിഷനായിട്ട് കൊടുത്തേക്കുന്നത്.
അസേർഷൻ ശരിയാണ്, പക്ഷെ റീസൺ തെറ്റാണ്. അപ്പോൾ എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫാൾസ്. സി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് തെറ്റ്. Kerala was the first Indian state to introduce a transgender policy. Yes, ശരിയാണ്. Because Kerala state policy for transgenders was launched in 2015 to promote gender justice and inclusion. എന്താണ് A and R are true and R is the correct explanation of A. Find out the statement or statements that are true about gender minorities. ഏതാണ് ശരി എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? Gender minorities include individuals whose sexual orientation is differ from heterosexual norms. അത് തെറ്റല്ലേ? അത് സെക്ഷൽ മൈനോറിറ്റിയുടെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ അത് തെറ്റ്. ഇപ്പോൾ വൺസ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ബിയും സിയും ഡിയും ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ ആൻസർ കിട്ടി. എന്നാൽ നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റും കൂടി നോക്കാം. ഹിജ്റ ആൻഡ് ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ് ആർ കൺസിഡർഡ് പാർട്ട് ഓഫ് ജെൻഡർ മൈനോറിറ്റീസ്. യെസ്. ജെൻഡർ ഐഡന്റിറ്റി റെഫേഴ്സ് ടു ഹൗ വൺ പെർസീവ്സ് ദംസെൽസ് ആൻഡ് ഐഡന്റിഫൈസ് ദംസെൽസ്. യെസ്, അവരെങ്ങനെ കാണുന്നു എന്നാണ് ജെൻഡർ ഐഡന്റിറ്റി. ജെൻഡർ മൈനോറിറ്റീസ് ഫേസ് ഡിസ്ക്രിമിനേഷൻ പ്രൈമർലി ബിക്കോസ് ഓഫ് ദ ജെൻഡർ ഐഡന്റിറ്റി. അത് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ശരിയാണ്. അപ്പോൾ ഇത് മൂന്നും ശരിയാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Find out the statement or statements that are true about the healthcare challenges faced by LGBTQIA+ people. They always receive gender affirmative care in government hospitals. അവർക്ക് എന്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ എപ്പോഴും കിട്ടും എന്താണ് ജെൻഡർ അഫർമേറ്റീവ് ആയിട്ടുള്ള കെയർ. അത് തെറ്റാണ്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അവർക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നാണ് എന്താ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ബിയും സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് ആൻസർ ഇവിടെ ഡയറക്റ്റ്ലി എ ആണെന്ന് കിട്ടി. പക്ഷെ നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സും കൂടി നോക്കാം. മിസ്ജെൻഡറിങ് ആൻഡ് ഡിനയൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആർ കോമൺ ഇഷ്യൂസ്. യെസ്, ദർ ഇസ് എ ലാക്ക് ഓഫ് ഹോർമോൺ തെറാപ്പി ആൻഡ് സെക്സ് റീഅസൈൻമെൻറ്റ് സർജറീസ്. അത് രണ്ടും ശരിയാണ്. LGBTQ+ individuals are often wrongly linked with HIV/AIDS, leading to stigma. Yes. Find out the statement or statements that are not true about the Transgender Persons Protection of Rights Act 2019. Not true ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. Not true. The Act clearly explains the process of എന്താണ് ജെൻഡർ സെൽഫ് ഐഡന്റിഫിക്കേഷൻ. ആക്ട് ക്ലിയർലി എക്സ്പ്ലെയിൻസ്. അത് തെറ്റല്ലേ? ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ശരിയായിട്ട് എടുക്കാം. ഇറ്റ് ഹാസ് ബീൻ ക്രിട്ടിസൈസ് ഫോർ ക്രിമിനലൈസിങ് ബെഗിങ്. ബെഗിങ്ങിനെ ക്രിമിനലൈസ് ചെയ്യുന്നത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ട് നമ്മളിത് തെറ്റായിട്ട് എടുക്കുന്നു. ആക്ട് എൻഷുവേഴ്സ് കംപ്ലീറ്റ് ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് സെയിം സെക്സ് മാരേജ്. തെറ്റ്. അതുകൊണ്ട് ഇവിടെ ശരിയായിട്ട് എടുക്കുന്നു. വെൽഫെയർ ഇംപ്ലിമെൻറ്റേഷൻ അണ്ടർ ദി ആക്ട് മീൻസ് ഇൻഎഡിക്വേറ്റ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 1 ഉം 3 ഉം ഉള്ള സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Find out the statement or statements that are true about educational challenges faced by LGBTQIA+ students. They often face bullying and harassment in schools. ശരിയാണ്. Trans and queer students have a high rate of dropout. Yes. School curricula often include gender and queer inclusive topics. സ്കൂൾ കരിക്കുലയിൽ ജെൻഡർ ആൻഡ് ക്യൂർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള അവരെയും കൂടിയുള്ള ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇല്ല. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഹോസ്റ്റൽ എൻവയോൺമെന്റ്സ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഫക്റ്റ് മെന്റൽ ഹെൽത്ത്. യെസ്, അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ മെന്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. അതും ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 ഇല്ലാത്ത ഓപ്ഷൻ നോക്കുക. ഇല്ല. പിന്നെന്താണ് ഇവിടെ 1 ഉം 4 ഉം മാത്രമേ ശരിയാണെന്ന് കൊടുത്തിട്ടുള്ളൂ. അതും തെറ്റാണ്. ഓൾ ഓഫ് ദീസ് അല്ല. അപ്പോൾ എന്താണ് 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. Find out the statement or statements that are true about Kerala initiatives of LGBTQIA+ inclusion. Kerala launched the first stage gender policy in 2015. Yes. ഇന്ത്യയിൽ കേരളയാണ് കൊണ്ടുവന്നത്. ജെൻഡർ പാർക്ക് ഇൻ കോഴിക്കോട് ഇസ് എ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ഫോർ ജെൻഡർ ജസ്റ്റിസ്. യെസ്, അതും ശരിയാണ്. കേരള ഹാസ് ബാൻഡ് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്സ് ഇൻ സ്കൂൾ. തെറ്റ്. ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്സ് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്തത്. നമ്മൾ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്സ് ബാൻ ചെയ്തിട്ടൊന്നുമില്ല. ദ ട്രാൻസ്ജെൻഡർ സെൽഫ് സപ്പോർട്ട്സ് ഐഡന്റിറ്റി ഡോക്യുമെന്റേഷൻ ആൻഡ് സ്കോളർഷിപ്പ്. അത് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ 3 ഇല്ലാത്ത ഓപ്ഷൻ നോക്കുക. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓൾ ദ അബോവ് ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്താണ് 1, 2, 4 നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.